പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹ സൽക്കാരമൊക്കെ നടന്ന് നല്ല പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. വേദയും വിക്രവും ഒക്കെ ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര സന്തോഷത്തിലാണ്. അതിനുശേഷം എല്ലാവരും അവിടെ നിന്ന് പിരിയുന്നതാണ്. വേദയും വിക്രവും നേരെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നാളെ തന്നെ ആ മലമുകളിൽ നിന്ന് ശങ്കരൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് വേദയും വിക്രവും. എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, അനിയൻകുട്ടന് സ്വഭാവത്തിലേക്ക് വന്നല്ലോ, അങ്ങനെയൊക്കെ ഒരു ആശ്വാസത്തിലിരിക്കുകയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ് മൂന്നുപേര്. വീട്ടിൽ വന്നതിന് ശേഷം അനിയൻകുട്ടൻ കിടക്കാൻ പോവുകയും വേദയും വിക്രവും കൂടെ പുറത്തിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പം വിക്രം പറയാണ്, കുറച്ച് കാലമായി നമ്മളിവിടെ ഉള്ളെങ്കിലും നമുക്കത് മറക്കാനാകാത്ത ഒരനുഭവമാണ്. പിന്നെ ചെയ്ത പാപങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടപ്പം അതിന് ഒരു മനസ്സുഖം കാണുന്നുണ്ടെന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, അതെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയുള്ള ആൾക്കാരും ഇവിടെയുള്ള പള്ളിയും അച്ഛനും ഒക്കെ നമ്മളെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ ഇത്രയേറെ സഹായിച്ച് ഇവർക്ക് നമ്മൾ എന്ത് നൽകാനാ എന്ന് വേദ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇവരാരും ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മളെ സഹായിക്കുന്നത്. നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവർക്കറിയത്തില്ല. നമ്മളുടെ വീടും കുടുംബവും ഒന്നും അറിയാതെ നമ്മളെ വന്നപ്പം കൈനീട്ടി സ്വീകരിച്ചവരാണ് ഈ നാട്ടുകാർ. അപ്പം അവരൊന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം വേദ പറയാണ്, നമുക്കിവിടെ കിട്ടിയ മേരി ചേച്ചിയും അതുപോലെ ഗീവർഗീസ് ഏട്ടനും ഒക്കെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ മൈക്കിളച്ഛനെയൊന്നും നമുക്ക് മറക്കാൻ കഴിയത്തില്ല എന്ന് വേദ പറയുകയാണ്. അപ്പം വിക്രം പറയാണ്, മാത്രവുമല്ല ഇവിടെ വന്നതിന് ശേഷമാണ് അന്ന് ഞാൻ ചെയ്ത പാപത്തിൻ്റെ വില മനസ്സിലായത്. അന്നേരം വേദ പറയാണ്, എന്തായാലും അതിന് പരിഹാരം കാണാൻ പറ്റിയല്ലോ. വിക്രം പറയുന്നുണ്ട്, അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം ഞാൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം കണ്ടെത്താൻ പറ്റിയല്ലോ എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം എന്ന് വേദ പറയുന്നുണ്ട്. പഴയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടി വളരെ സന്തോഷമായൊരു ജീവിതം നയിക്കണമെന്ന് വേദ പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, ഞാനും ഇപ്പം അത് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനൊരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണത്തില്ലെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു ജീവിതം വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വേദയുടെ മടിയിൽ കിടക്കുകയാണ്. ഇന്നൊരു രാത്രിയും കൂടെ ഈ മഞ്ഞത്ത് ഇങ്ങനെ കടക്കാൻ പറ്റത്തുള്ളൂ. നാളെ നമ്മൾ ഈ മല ഇറങ്ങിയല്ലേ എന്ന് വിക്രം പറയുകയാണ്. ഒരിക്കലും മറക്കാത്ത കുറേ ഓർമ്മകൾ തന്ന മലഞ്ചെരുവ് എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ, നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന് ഈ മലഞ്ചെരുവ് വിട്ടു പോകുമ്പം അതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് തിരിച്ച് ചെന്നിട്ട് പലതും ചെയ്ത് തീർക്കാനുണ്ട്. നമ്മളോട് ഈ തെറ്റ് ചെയ്തവർക്ക്, നമ്മളെ ഇത്രയും ഓട്ടിച്ച് നമ്മളെ ഇത്രയും വിഷമിപ്പിച്ചവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ശ്രീകാന്ത് ആണെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, അന്ന് ഉറപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ സംശയം മാത്രമായിട്ട് നിന്നോട് എങ്ങനെയാണ് പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ സഹോദരനല്ലേ, അത് സംശയത്തിൽ മാത്രം നിന്നോട് പറയാൻ പറ്റത്തില്ല. കൃത്യമായി തെളിവില്ലാതെ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, അയാൾ ആ ചെകുത്താൻ അങ്ങനെ തന്നെ ചെയ്യും, അതിലൊരു മാറ്റമില്ല. അയാളുടെ തനി സ്വഭാവം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അയാൾക്ക് സ്വത്തിനോട് മാത്രമേ ഉള്ളൂ സ്നേഹം, മറ്റാരോട് സ്നേഹമില്ലെന്ന് പറയാണ്. കൂടെ അയാളെ നശിപ്പിക്കാൻ പോലെ ഒരു അങ്കിളും ചന്ദ്രശേഖരൻ, അങ്ങേരാണ് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നതെന്ന് പറയാണ്. ഒരിക്കലും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അയാൾ തിരിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. വിക്രമിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിന് പോകുന്നൊരു ഭയത്താലാണ് അയാൾ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, എന്തായാലും നാളെ വരല്ലേ ഉള്ളൂ, നാളത്തോടെ അവൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. അനിയൻകുട്ടൻ എന്തായാലും സ്വഭാവത്തിലേക്ക് വന്നല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ച് ഇങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരുടെ പ്രണയം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീകാന്തും ഗുണ്ടകളും അതുപോലെ കൂടെ ജോബിയായിട്ട് വരുന്നത്. ഇതൊന്നും അറിയുന്നില്ല. വിക്രവും വേദയും അവരങ്ങോട്ട് വരുന്നത് അറിയുന്നില്ല. നേരെ വന്ന് അകത്തേക്ക് കയറുകയാണ്. ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ വെളുപ്പാങ്കാലാവുമ്പോഴത്തേക്കാണ് അവർ അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്ത് വേദയും വിക്രവും നല്ല ഉറക്കമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. വേദയും വിക്രവും പുറത്തായതുകൊണ്ട് തന്നെ ഡോറ് ചാരിയിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ അവർ വന്ന് നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കേൾക്കുമ്പോഴത്തേക്ക് അനിയൻകുട്ടനുണ്ട്. അനിയൻകുട്ടനും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെയും ഗുണ്ടകളെയും അതേപോലെ ജോബിയൊക്കെ കാണുമ്പോഴത്തേക്ക് അനിയൻകുട്ടൻ ആകപ്പാടെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. അതിനുശേഷം പേടിച്ച് നിലവിളിക്കുന്നുണ്ട്, വിക്രം വിക്രം എന്നും പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തും അതുപോലെ തന്നെ ജോബിയൊക്കെ കൊലച്ചിരിച്ചിരിക്കുകയാണ്. ആഹാ, അപ്പോൾ നിനക്ക് സ്വബോധമുണ്ട്, അതുകൊണ്ടല്ലേ നീ വിക്രം എന്ന് പേര് വിളിച്ചത്? നീ ഇത്രയും നാൾ അഭിനയിച്ചുകൊണ്ട് നടന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അനിയൻകുട്ടനാണെങ്കിൽ പേടിച്ച് വിറച്ച് വിക്രം വിക്രം എന്ന് വിളിക്കുകയാണ്.
അപ്പം വേദയും വിക്രവും കൂടെ പുറത്തിരിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അനിയൻകുട്ടനാണല്ലോ ആ വിളിക്കുന്നത്, എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പോഴത്തേക്ക് വിക്രം ചാടി എണീക്കുകയാണ്. വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഓടി അകത്തേക്ക് വരികയാണ്. ഓടി അകത്തേക്ക് വന്നിട്ട് അനിയൻകുട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ പറ്റി അനിയൻകുട്ട എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവിടെ ശ്രീകാന്തും അതേപോലെ ജോബിയൊന്നും നിൽക്കുന്നത് വിക്രം കാണുന്നില്ല. നേരെ അനിയൻകുട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അനിയൻകുട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് പുറത്തുനിന്നൊരു അട്ടഹാസം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ചന്ദ്രശേഖരൻ നിൽക്കുന്നു. അപ്പോഴാണ് വേദയും അവരെ കാണുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, നീ ഇവിടെ കയറി ഒളിച്ചിരുന്ന ഞങ്ങൾ കണ്ടെത്തത്തില്ലെന്ന് വിചാരിച്ചോ? നീ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ കണ്ടെത്തും. പിന്നെ ഇവനാണ് ആ പുളിക്കനെ കൊന്നതിൻ്റെ ദൃക്സാക്ഷി എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവനെ കോടതി കൊണ്ടുവന്ന് ഞങ്ങളെ അങ്ങ് ജയിലിലാക്കാമെന്ന് വിചാരിച്ചോ? ഒരിക്കലും നടക്കത്തില്ല. ആ പ്രതീക്ഷ ഒരിക്കലും വേണ്ട എന്ന് ചന്ദ്രശേഖരൻ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നീ ഏത് മാളത്തിൽ ഒളിച്ചാലും ഞാൻ പൊക്കുമെന്ന് നിന്നെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ. മാത്രമല്ല നിനക്ക് ഒരു സംശയം ഉണ്ടല്ലോ വരുണിനെ കൊന്ന ആരാണെന്ന്. ഇനിയേ ആ സംശയത്തോടെ നീ നടക്കണ്ട. ഞാൻ പറഞ്ഞ പ്രകാരം എൻ്റെ ഗുണ്ടകളാണ് അവനെ കൊന്നത്. അതിന് പുളിക്കൻ്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ പുളിക്കൻ അറിയായിരുന്നു വരുണിനെ കൊന്നത് ഞാനാണെന്ന്, കൊല്ലിപ്പിച്ചത് ഞാനാണെന്ന് അവന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് അവനും ഈ ഭൂമിയിലില്ല, അവനെ കൊന്നത് ഞാനാണ്. അപ്പോൾ പുളിക്കനെ ഞാൻ കൊല്ലുന്നത് ഇവൻ കണ്ട്. അപ്പോൾ ഇനി ഇവൻ ജീവിച്ചിരിക്കണോ നീ പറ. വേണ്ടാന്ന് എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഇവനെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലും. പിന്നെ കൂട്ടത്തിൽ നിൻ്റെയും ഇവളുടെയും ശിക്ഷ വേറെ, അത് വേറെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര ദേഷ്യം വരുന്നത്. വിക്രമാണെങ്കിൽ ഓടി ഇങ്ങോട്ട് വന്ന് ശ്രീകാന്തിനെ ചവിട്ടി അങ്ങ് ഇടുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അവനെ പിടിച്ച് കെട്ടാൻ പറയാണ്. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ അവിടുത്തെ ഗുണ്ടകളെല്ലാം അടിച്ച് പരുവാക്കുന്നുണ്ട്. ഈ സമയത്ത് വിക്രം വിളിച്ച് പറയുന്നുണ്ട്, വേദ അനിയൻകുട്ടനെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോളാൻ പറയാണ്. അങ്ങനെ വേദ അനിയൻകുട്ടനെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ വിക്രം ഇവിടെ കടന്ന് ബാക്കിയുള്ള ഗുണ്ടകളെയും എല്ലാവരെയും അടിച്ച് പരുവാക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് വിക്രവും ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ വേദയും വിക്രവും അവിടുന്ന് ഇറങ്ങി ഓടുവാണ്. അങ്ങനെ ഓടി അവർ എങ്ങോട്ടൊക്കെയോ ഓടി പോകുന്നുണ്ട്. അപ്പം ചന്ദ്രശേഖരൻ ശ്രീകാന്തും പറയുന്നുണ്ട്, അവരെ വെറുതെ വിടല്ലേ, പുറകെ പോ, ഇപ്പോൾ ഉടനെ തന്നെ എനിക്ക് അവരെ കിട്ടണം എന്ന് പറയുകയാണ്. അങ്ങനെ ഗുണ്ടകളും അവിടെ എല്ലാം തിരയുകയാണ്. അങ്ങനെ വേദയും വിക്രവും കൂടെ അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ്. അവരവിടെ കുറച്ച് കാലം കൊണ്ട് താമസിക്കുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ അറിയാം. അങ്ങനെ വേദയും വിക്രവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു വീട്ടിലെത്തുന്നുണ്ട്. ആൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ കയറി ഒളിക്കുന്നുണ്ട്. പക്ഷേ ഗുണ്ടകളും അതേപോലെ ചന്ദ്രശേഖരനും ശ്രീകാന്തും എല്ലാം അവരെ തിരക്കി അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമ്മളെ അവർ കണ്ടുപിടിച്ചല്ലോ വിക്രം, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, പേടിക്കണ്ട, അനിയൻകുട്ടനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അനിയൻകുട്ടനെയാണ് അവർക്ക് ആദ്യം വേണ്ടുന്നത്, പിന്നെ നമ്മുടെ കാര്യം അവർ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം വിക്രം പറയുന്നുണ്ട്, അനിയൻകുട്ട നീ പേടിക്കണ്ട, ഒരു തരത്തിലും നിന്നെ ഞങ്ങളെ വിട്ടുകൊടുക്കത്തില്ല, നീ പേടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പം അനിയൻകുട്ടൻ പേടിച്ച് പറയുകയാണ്, അവർ കൊല്ലും വിക്രം, അവർ കൊല്ലും, അവർ എല്ലാവരെയും കൊല്ലുമെന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയണം, നീ പേടിക്കണ്ട, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ എന്തിനാ പേടിക്കുന്നത് എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്. വേദയും വിക്രത്തെയും അവരെ വിട്ടുകളയല്, അവരെ ഇന്ന് തന്നെ കൈ കിട്ടണം എന്നുള്ളൊരു വാശി നടക്കുകയാണ്. കഴുകൻ കണ്ണുമായിട്ട് വേദയുടെയും വിക്രത്തിൻ്റെയും പുറകെ തന്നെ ചന്ദ്രശേഖരനും ശ്രീകാന്തും നടക്കുകയാണ്.